എത്ര പെട്ടെന്നാണ് ചില ബന്ധങ്ങളെല്ലാം ഒന്നുമല്ലാതായിത്തീരുന്നതും, ചില വിശ്വാസങ്ങൾ നഷ്ടമാകുന്നതും, ചില സ്നേഹം അന്യമാകുന്നതും. ബന്ധങ്ങളുടെ മൂല്യം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ കാരണമാകാറുണ്ട്. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും മോശം സാധ്യതകൾ മാത്രം നിങ്ങൾ സങ്കൽപ്പിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തുഷ്ടനാകാൻ നിങ്ങൾക്ക് കഴിയില്ല. മറക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം ചില ഓർമ്മകൾ കൂടുതൽ തീക്ഷ്ണമായി നമ്മെ മുറിവേൽപ്പിക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളാകുന്നതുവരെ നിങ്ങളുടെ സങ്കടത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. ആരുടെയെങ്കിലും സങ്കടത്തിനു കാരണം നിങ്ങളാണെങ്കിൽ അവരെ നോക്കി പുഞ്ചിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമ്പോൾ മുൻപുണ്ടായിരുന്ന മധുരമില്ലെങ്കിൽ ഒരിക്കലും അത് കിട്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകും. പുഞ്ചിരി മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കുവാൻ കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ജീവിതത്തിൽ എല്ലാം കൊണ്ടും നിങ്ങൾ ഒറ്റപ്പെടുമ്പോഴാണ് യഥാർത്ഥ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജനിച്ചാൽ സ്നേഹിക്കണമെന്നത് അനിവാര്യമാണ്. അത് ആരോടെങ്കിലും ആവാം എന്നതിൽ നിന്നും മാറി സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹമെന്ന വാക്കും ആശയവും ശരിക്കും പൂർണ്ണതയിൽ എത്തുന്നത്. വിട്ടുകൊടുക്കുന്നതിനു മുൻപ് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയും കാലം പിടിച്ചു വെച്ചത് എന്തിനായിരുന്നു എന്ന്. അവസരങ്ങളെ പലപ്പോഴും നമ്മൾ തേടി നടക്കാറാണ് പതിവ്. എന്നാൽ ചിലപ്പോൾ അവസരങ്ങൾ നമ്മളെ തേടി വരാറുണ്ട്. അവ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ മറക്കരുത്. ഒരു നല്ല സുഹൃത്തിന് ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളോട് എന്താണ് പ്രശ്നം എന്ന് പറയാൻ കഴിയും. ചിലരുടെ കണ്ണുകൾ ആരും കാണാതെ നിറയും. ആരും അറിയാതെ പോകുന്ന ആ കണ്ണുനീർത്തുള്ളികൾക്ക് ഒരുപക്ഷെ ഒരുപാട് സ്നേഹത്തിൻ്റെ മധുരമായിരിക്കും. വൈകല്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെയും വിജയിക്കാനാകും. നഷ്ടപ്പെടും എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ വിലയെപ്പറ്റി ഓർക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കാം, ഒന്നും നേടാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതവും ഏറ്റവും മികച്ചതുമായ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ച് അവ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങിയാൽ ഒരിക്കലും അതിൻ്റെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ഉപേക്ഷിക്കുകയും അരുത്. ആത്മാർത്ഥമായ ജോലി സന്തോഷം തരുന്നു. എല്ലാ സുഹൃത്ത് ബന്ധങ്ങളിലും ഒരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരിക്കും. സ്വാർത്ഥതയില്ലാത്ത ഒരു ചെങ്ങാത്തം പോലുമില്ല. കയ്പുള്ളതാണെങ്കിലും ഇതാണ് സത്യം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഉണ്ടാകാറ്. അഭിമുഖീകരിക്കുന്ന രീതിയാണ് പ്രധാനം. ജീവിതത്തിൽ ആകെ വിശ്വസിക്കാവുന്നത് കണ്ണാടിയെയും നിഴലിനെയും മാത്രം. കാരണം കണ്ണാടി കള്ളം പറയില്ല, നിഴൽ പിണങ്ങിപ്പോവില്ല. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടാതെ ആ നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള വഴിയാണ് നാം അന്വേഷിക്കേണ്ടത്. പൂവിൻ്റെ സുഗന്ധം കാറ്റുവീശുന്ന ദിശയിൽ പരക്കുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലും സുഗന്ധം പരത്തുന്നു. നിലനിൽപ്പില്ലാത്തതും കൃത്രിമവുമായ സന്തോഷത്തിൻ്റെ പിറകെ പോയി സമയം കളയുന്നതിനേക്കാൾ നല്ലത് എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾക്ക് ഒരാളുമായി നല്ല ബന്ധം നിലനിർത്താൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക.
തനിക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നതിനേക്കാൾ നല്ലത് തനിക്ക് ലഭിച്ചതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നതാണ്. സമചിത്തതയുള്ള മനസ്സിനോളം കാഠിന്യം മറ്റൊന്നിനുമില്ല. സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല. അത്യാഗ്രഹത്തേക്കാൾ വലിയ രോഗമില്ല. ദയയേക്കാൾ വലിയ നന്മയുമില്ല. പലപ്പോഴും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് ആത്മാർത്ഥമായി സ്നേഹിച്ചവരും സത്യം പറയുന്നവരും തന്നെയാണ്. ബുദ്ധിമാനായ വ്യക്തിക്ക് ഉപദേശം ആവശ്യമില്ല. കഷ്ടത അറിയുന്നവന് ജീവിതത്തിൽ പരാജയവും കുറവായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയും എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യും. വ്യക്തമായ ലക്ഷ്യമുള്ള വ്യക്തി ഏതു പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറുതോ വലുതോ ആയ എല്ലാത്തിനും അതിൻ്റേതായ ഒരു വിലയുണ്ട്. ലോകത്തിൽ വിലക്കു വാങ്ങാൻ കഴിയാത്തതായിട്ട് ഒന്നേയുള്ളൂ, അതാണ് ആത്മാർത്ഥ സ്നേഹം. നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളെ തേടി വരും. നിങ്ങളുടെ പരിശ്രമങ്ങളാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത്. പരിശ്രമിക്കുന്നവന് മാത്രമേ ഏതെങ്കിലും രീതിയിൽ വിജയിക്കാനാകൂ. അതിവേഗത്തിൽ വളരുന്ന ഈ ലോകത്ത് ആത്മാർത്ഥ സ്നേഹവും ആത്മാർത്ഥ സൗഹൃദവും എന്താണെന്ന് ആളുകൾ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാലത്തോളം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ ആത്മാർത്ഥതയെയും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. എല്ലാ തെറ്റിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും തെറ്റു ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഒരിക്കലും നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തല്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവ തിരുത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ അന്വേഷിക്കാനോ ഒട്ടും താൽപ്പര്യം കാണിക്കാതെ നിങ്ങളെ കാണുമ്പോൾ മാത്രം സ്നേഹത്തെക്കുറിച്ചും ശാരീരിക സുഖത്തെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നവരെയും ശാരീരിക സുഖത്തിനു മാത്രം താൽപ്പര്യം കാണിക്കുകയും അതിനു നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുന്ന പുരുഷനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരാളെ ഇഷ്ടമല്ല എന്നു കരുതി അവർ ചെയ്യുന്നതിലെല്ലാം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക എന്നത് നമ്മുടെ കഴിവുകേടിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്.